വാവ് എന്നെ ഏരിയടത് പച്ചപ്പാർന്ന സ്ഥലമാണല്ലോ ഇത്. പോരിക്കട്ടെ. അപ്പൊ ചങ്ങന്മാരെ ഇന്നത്തെ പരിപാടി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എവിടെക്കടാ കുത്തിച്ചോ? ഇന്നെങ്കിലും ഞങ്ങൾ കൊമ്പനെ പിടിച്ചാൽ മതിയായിരുന്നു. ചൂണ്ടലെടുത്തിട്ടുണ്ട്. ബൈക്കിനാണെന്ന് പോകുന്നത് കേട്ടാ. നമ്മുടെ തോട് തന്നെയാണ് ലക്ഷ്യം. പക്ഷെ തോടിന്റെ കുറച്ച് താഴെ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ 4 പേരാണ് ഉള്ളത്. ഓ ചെക്കന്മാരോ സിനിമാറ്റിക് സ്റ്റൈലാ, വെറുതെ പുളിച്ചിമ്മ കയറ്റാ ബാക്കിൽ വരുന്നേ. അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ തോട്, നമ്മളുടെ തോടുണ്ടല്ലോ, നമ്മളെ തോടിന്റെ താഴെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതിലെങ്ങനെ കുറച്ച് ദൂരം പോയാൽ അവിടെ എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓട്ടോറിക്ഷ എടുത്തിട്ട് എല്ലാവർക്കും പാടെ ഒരു വണ്ടിയിൽ പോയാൽ മതിയായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങൾ ഇത്തരത്തിൽ ബൈക്കുമ്മ പോവാം എന്ന് കരുതി. എന്നും ഓട്ടോയിലല്ലേ പോണേ, എന്നും പോലെ ഞാനാ കൊണ്ടുപോയി. ഇന്ന് ഒരു ഇന്നൊന്ന് കൊണ്ടുപോയി നോക്കട്ടെ, അതിന്റെ രസം ഒന്നും അറിയണല്ലോ. മഴ പെയ്ത് നല്ല രസാവൂലേ? ആഹാ, തത്തകളൊക്കെ എത്രങ്ങാനും തത്തകളാ. അത് കാണുന്നുണ്ടാവും, ഒരു ചെറിയൊരു തുമ്പി വന്ന മാതിരിയൊക്കെ. ഇപ്പൊ ഞങ്ങൾ ഈ പൊക്കോണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ചാത്രാൻ പോയിൽ എന്ന് പറയും. ഇവിടുന്ന് കുറച്ചും കൂടി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പഴയ വാണിയമ്പലായി. പക്ഷേങ്കിൽ നമ്മൾ തിരിഞ്ഞിട്ട് നമ്മൾ നേരെ ഷാരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. ഷാരിയിലൂടെയാണ് ഞങ്ങളുടെ തോട് ഒഴുകി പോകുന്നത്. അവിടെ നിന്ന് കുറച്ചും കൂടി താഴത്തേക്ക് പോയിട്ടാണ് നമ്മൾക്ക് ഇടാനുള്ള സ്ഥലത്തേക്ക് എത്തേണ്ടത്. മഴ പെയ്യുമെന്ന് അറിയില്ല, മഴക്കാലത്ത് നല്ല രീതിയിലുണ്ട്. സ്കൈ ഒക്കെ കുറച്ച് ഡാർക്കായിട്ടാണ് കിടക്കുന്നത്. പെയ്താൽ നനയും. കുട എടുത്തിട്ടുണ്ട്, പക്ഷേ എങ്കിലും എന്താ പറയാ, ഈ വണ്ടിമ്മ പോകുമ്പോൾ നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതിലൊക്കെ പിന്നെ റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കയ്യിലില്ല. അപ്പോൾ ഞങ്ങൾ തോട്ടിക്ക് എത്തിയാണ്. നമ്മുടെ സ്പോട്ട് ഇതല്ല, പക്ഷേങ്കിൽ ഇവിടെ ഒരു പാലമുണ്ട്. ഇതൊരു മെയിൻ റോഡാണ്. ആ മെയിൻ റോഡിൻ്റെ അടുത്തുള്ളൊരു പാലമാണത്. നമ്മളിപ്പോൾ ഉള്ളത് നായാട്ടുകല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. നായാട്ടല് നമ്മുടെ തോടിൻ്റെ താഴെ ഭാഗമാണത്. നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല കിലോമീറ്റർ താഴത്തേക്ക് പോകുന്നു കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ നല്ല ആരലിൻ്റെ ഗ്യാപ്പാടാ, നല്ല ആരലിൻ്റെ അടിപൊളി ഗ്യാപ്പ്. പക്ഷേ നമുക്ക് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങാൻ കഴിയും. വള്ളത്തിൽ ഇറങ്ങണ്ടാവും, ഇരുന്നിടേണ്ടി വരും. ഇറങ്ങാൻ കഴിയും, പക്ഷേ കയറാൻ കഴിയൂല. അതെ, ഇറങ്ങൽ നമുക്ക് ചാടാ. അപ്പം ഞങ്ങൾ ഇറങ്ങലും കയറലും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ആദ്യം വന്ന സ്പോട്ടിൽ തന്നെ പോട്ടെ. വണ്ടി ചാവി കിടത്തില്ലടാ. അതൊരു റബ്ബറും തോട്ടമാണ്. ഈ റബ്ബറും തോട്ടത്തിലൂടെ കുറച്ച് ദൂരം പോകണം. ഇതുപോലത്തെ പടുവകൾ വേണം. അപ്പോൾ നമ്മളാ ലക്ഷ്യം ആരലാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ മഞ്ഞയിൽ ലക്ഷ്യം തന്നെയാണ്. മഞ്ഞിൻ്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല. കുപ്പിമുറി എന്നാ സ്പോട്ടളിയാ, അതായത് ചൂണ്ട സ്പോട്ടല്ല ഞാൻ പറയണത്. ഇവിടുത്തെ ഒരു ആംബിയൻസ് പാമ്പുകൾക്കൊക്കെ പറ്റണ സ്പോട്ടാണ് അറിയാം. ഇവിടെ ഇട്ട എന്താ കിട്ടുക? അപ്പോൾ ഇവിടെ ഇട്ടാക്കിയോണ്ട് കോട്ടിങ്ങനെ കിട്ടും, കോട്ടിയും പേരലും കിട്ടും അല്ലേ? കോട്ടിയും പേരലേ അതിന് പറ്റിയ ആരെല്ലാം ഉണ്ടാവും. അത് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ കുടലൊക്കെ ഒന്നുമില്ലേ വന്ന് കറങ്ങണ സ്ഥലമാണ്. പിന്നെ ഈ വള്ളി ഇതൊക്കെ കണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ ടെൻറ്റ് പിച്ച് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിലൊക്കെ എന്ത് രസമാണ് അല്ലേ? അങ്ങനെ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഇതിൽ പറ്റൂല. ഇതിലൊക്കെ വെള്ളം വന്ന് തോട്ടിലേക്ക് പോകുന്ന സ്ഥലം കേട്ടോ. എനിക്കിത് കിട്ടും, എനിക്ക് ഈ വലുത് കിട്ടാം കേട്ടോ. എൻ്റെ കൈ ചെറുതാണ്. എന്തൊക്കെയാണ് അല്ലച്ച് ഈ എന്താ മദ്യത്തിലിട്ട് പോയാൽ ചിടും പറ്റൂല. മൂടൻ പോയാൽ വെച്ച് ഇഷ്ടമല്ല. മൂടന്മാരായിട്ടുള്ള കമ്പനി തന്നെ നിർത്തിയിരിക്കുന്നത്. ഇക്ക് കുറച്ച് മണ്ണാട്ടടാ. ഓരോ തുള്ളിപ്പൂരക്കും പകരം ഞങ്ങൾ ചോദിക്കും അല്ലേ? ഈ കുറേ മണ്ണൊന്നും ഇനിയിപ്പം തന്നെ പാർട്സ് ഇടുന്നിട്ട് ഓന് വേണ്ട ചടക്കും. ഇത് എനിക്കായി. അതാർക്കെല്ലാം എടുത്തോളേ. വീതിച്ചട്ട പോയാൽ വീതിച്ചാൽ എന്താ കൊതുകോ? കൊതുകിനുള്ള എന്താ പറയാ ഓയിൻമെന്റ് ഒക്കെ ഉണ്ട്. മണ്ണൊന്നുമില്ല എൻ്റെ ഒക്കെ ഇനി തരാം. ഞാനും ഉണ്ടാണ്ടേ. എല്ലാരും അങ്ങോട്ട് തന്നെ. ഞാൻ ഇബലപ്പം കൂടിയപ്പോ തൊട്ട് എനിക്കും ബുദ്ധിയില്ലാതെ
വാവ് എന്നെ ഏരിയടത് പച്ചപ്പാർന്ന സ്ഥലമാണല്ലോ. ഇതിലെ വെള്ളമാണല്ലോ. ആ അതിലടാ തോടിൻ്റെ പറ്റ തോട് അതിൽ വേണം അതിലേ. ആകോ നിങ്ങൾ മൂന്നാളും നിങ്ങളല്ലേ ഇങ്ങോട്ട് വന്ന ആൾക്കാർ? അല്ല അതിൽ മെയിൻ റോഡ് അതാ ഒന്ന്. എന്നാ അത് മെയിൻ റോഡ് അതാണോ ഉണ്ടെങ്കിൽ അത് ഇതിലല്ലേ പോണ്? തോന്നണേ ഇതിലൊക്കെ ആണെങ്കിലും വെള്ളം തന്നെയാണ്. ഇത് ഫുള്ളായിട്ട് വെള്ളം. എന്നാ പാടല്ലേ, അടിപൊളി മനോഹരമായിട്ടുള്ള പാടം. മീനില്ലേ മുയ്യടാ. ഓ നമുക്ക് തോട്ടിക്കണോ? എടുക്കണ്ടോ? ആ തോട്ടിക്കടോ. നമ്മളെല്ലതും പാടം അങ്ങനെ ഇതാക്കണ്ട. അതിന് മുമ്പ് തോട്ടിക്ക് കൊണ്ടുപോയിടുകയാണ്. ഇനിയിപ്പോൾ ആ തെളിവും വേണ്ടേ ചേപ്പിടുന്നത് എന്നാലും അല്ലേ. ആ കണ്ടോട്ടെ ആൾക്കാർ ഇട്ടാ അങ്ങോട്ടെ അറ്റ കയറി കേട്ടോ. ഓക്കെ ആ ക്ലും. ഏയ് അപ്പോൾ ഇതിലൊക്കെ എല്ലാം വെള്ളം കയറി മീൻ ഉണ്ടാവില്ലേ? വിജേഷ് എന്നോട് അത് നന്ദി പറയും കേട്ടോ. വലുതായിട്ട് എൻ്റെ ചൂണ്ടലുമേ എൻ്റെ ചൂണ്ടലുമേ നന്ദി പറയും. ഏതായാലും അപ്പോൾ ഇതിലൊക്കെ വെള്ളം കയറിയിട്ട് നല്ല മീനുണ്ടാവും. അടിപൊളി ഏരിയ കേട്ടാ. ഇത് കുറേ മുമ്പ് ഞങ്ങൾ നടന്ന് വരുന്ന സ്ഥലമാണ്. ഇപ്പോഴാണ് ഞങ്ങൾ ഇത്തരത്തിലൊക്കെ വരല്. ഇതൊന്നും ഗ്യാപ്പല്ല. ആരിലുള്ള ഏരിയ കൂടെ പോട്ടെ. അവിടെ ചടച്ചിട്ട് നോക്കാം ബാക്കിയുള്ള ഏരിയ. ആകെ ഒരാൾക്കിടാൻ പറ്റുള്ളൂ ഇവിടെ അല്ലേ. ഇവിടെയൊക്കെ എപ്പോഴേ മണൽ കോരുന്നുണ്ട് പറയാം തോട്ടിൽ നിന്നും. തേങ്ങ അടിക്കേ. ആ അമ്മ ഇവിടെ എന്താ ഇത് പടുവാ? പട്ടുവല്ലാത്തോടത്ത് എന്താ കെണിയുണ്ടോ? ചൂണ്ടലിടുക? നിങ്ങൾ ചൂണ്ടലാണേ? അല്ലേ ഞാൻ തട്ടിയതാ അതോ വേറെ? ആ ഞാൻ അവിടെ പോയാലേ കളക്കാവൂലേ? കളിച്ചോളൂ. ഇവിടെ മേലൊരു പടുവില്ല. ഇവിടെ കുറേ പോണോ? കുറച്ച് പോയാൽ മതി നടക്ക്. അപ്പോൾ നമ്മളിവിടെ എഴുതി ഇതന്നെ പടുവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ പടുവില്ലാൻ പോലും. അപ്പോൾ പടുവ് കുറേ മേലക്കണം. പിന്നെ ഈ ഒരു ഏരിയയിൽ ഇട്ട് നോക്കുകയാണ്. ഇവിടെ എന്താ വെച്ചാൽ കുടുങ്ങുമെന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ചിലപ്പോൾ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അല്ലാന്നാണെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ മാറ്റും. ഇതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇവിടെ ഇട്ടിട്ട് നോക്കട്ടെ. ഞാൻ ഒരട്ടം കൂടി സ്ഥലം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ഇട്ട് നോക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒന്ന് എടുത്തതാണ് ഞാൻ. അങ്ങനെ കോട്ടിയും പേരിലുള്ള ഏരിയയാണ് ഇതൊക്കെ. കൊത്തണില്ലെങ്കിൽ കയറാം. വീണ്ടും സ്ഥലം മാറ്റിയിട്ടാണ്. ഈ സ്ഥലമൊക്കെ മാറ്റുന്നത് ഒരു 10 മിനിറ്റ് കൊണ്ടാണ് മാറ്റിയത്. വെള്ളത്തിൽ നേരെ ചാടുക. ഓ എൻ്റെ മോനെ സ്പോട്ടുണ്ടോ? സ്പോട്ട് ഓക്കെ അല്ലേ? എനിക്ക് അവിടെ കയറിയിട്ടേ ആ പാനനെ അവിടെ കുത്തിച്ചാരിയേക്ക് എന്നാലേ നടക്കുള്ളൂ പരിപാടി. ആ അവിടെ ഒരു പനൻ്റെ പാത്തി എന്തോ കിടക്കുന്നുണ്ട്. ചൂണ്ടലോ? ചൂണ്ടലുണ്ട് എന്നോ? കെട്ടിച്ചു പോയേക്കേ. അങ്ങനെയാണെങ്കിൽ പോലെ ഇറങ്ങണ വയ്യ ഉണ്ടാവുമല്ലോ. സത്യത്തിൻ്റെ പാതയിലാണ് ഞങ്ങൾ വീഡിയോകൾ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നേരത്തെ പോയോടുന്ന് ഇപ്പോൾ നാട്ടിലാണ്. അവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് പോരുന്ന വഴിയിലൊരു ചായയൊക്കെ കുടിച്ച്, ചായയും പരിപ്പാടല്ലേ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. പരിപ്പാട ചെതറിയ സാധനം അതാണ്. ഈ ഉൾനാട്ടുകളിലൊക്കെ ഉണ്ട് അവിടെ നല്ല സാധനങ്ങളേ. ഞങ്ങളെ പാലത്തെങ്ങുണ്ട്. അതിന് മുമ്പ് ഞാനും കണ്ണൻ ഒരു ദിവസം മേലിന് ആരിലൊക്കെ പിടിച്ചില്ലേ നൈറ്റ്. ഇപ്പം നൈറ്റ് ആവാറായിട്ടേ ഇരുടായി തുടങ്ങി. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ഇവരെ വിടണം. ഞാൻ മഞ്ഞയിൽ പിടിക്കാനും ഞണ്ട് പിടിക്കാനും പോയ ഏരിയക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ തോട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ തോട്ടിലെ കളികളാണ്. ഇറങ്ങിയതൊക്കെ 3 മണിക്കാണ്. ഇപ്പോൾ സമയം 6 മണിയായി. അപ്പോൾ ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്യണം രണ്ട് ടീമായിട്ട്. അപ്പോൾ നിങ്ങളെ കോള് കൂടുതൽ വരുമോ? അപ്പോൾ കുഞ്ഞാവ, വിജേഷ്, അപ്പു, സുബി നിങ്ങൾ ഇങ്ങോട്ട് പോയിക്കോളി. ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ സ്ഥലം മാറ്റി. നമ്മൾ മുമ്പ് ഞണ്ട് പിടിച്ച ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് കുറേ ആയി എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായി, അധികമൊന്നായില്ല. അപ്പോൾ ഇവിടുന്ന് പോയാലാണ്. അത് അപ്പുറത്താണ്, വേറെ തോടാണ്. ഇവർ പോകുന്നത് വേറൊരു തോടാണ്. 2 തോടുണ്ടെന്ന് ഞാൻ പറയാറില്ലേ. അങ്ങനെ അപ്പോൾ ആ ഒരു ഏരിയ
എനിക്കൊരു പ്രതീക്ഷയുള്ളൊരു ഏരിയയാണ്. നമ്മളെ താട്ടനുണ്ട്. ഞങ്ങളേ വെള്ളാമ്പുറത്ത് തോട്ട് പോയിട്ടിട്ടാണ് വരുന്നത്. ഞാനും സുബിയും കുഞ്ഞാവേ അപ്പൊക്കെ ഓ ഇവിടെയാണ്. അവിടെ കൊത്തണല്ലാട്ടാ, കൊത്തണല്ല, രാത്രിയാണ് നോക്കിയെന്നല്ലേ. രാത്രി ഇട്ട് ഒരു പകൽ വീഡിയോക്ക് വേണ്ടി ഇറങ്ങിയത്, അത് ആകെ കൊളാവും തോന്നുന്നുണ്ട്. നോക്കട്ടെ. ഓലൊക്കെ ഉണ്ട്, അപ്പുറത്തുണ്ട്. വൈക്കത്തോട്ടിലുണ്ട് ആൾക്കാർ. ആ ആ ആ നോലിപ്പോൾ വരും ഇങ്ങോട്ട്. ചയ്യന്മാരെ, പുതിയ വീഡിയോ അല്ല, ഇന്നലത്തെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ ഇതുവരെ കണ്ടില്ലേ. ഇതുവരെ കണ്ടത് അത് നല്ല സ്ഥലം, അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കാണിക്കാത്ത സ്ഥലമൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഇന്നലെ അതിൻ്റെ പിറ്റേ ദിവസമാണ്, ഇന്നലത്തെ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ മീനൊന്നും കിട്ടിയില്ല. മീനൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട, ഡിലീറ്റ് ആക്കാം എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷേങ്കിൽ അതിലേക്ക് മീൻ പിടിക്കുന്നൊരു ഷോട്ട് ഉൾപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു തോട്ടിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ടുള്ളത്, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇൻട്രസ്റ്റിങ് തന്നെയാണ്, താല്പര്യമില്ലാതെ നമ്മൾ ഇറങ്ങില്ലല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനാക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു പരിപാടി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒരു ലൈക്ക് അടിക്കാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്താ പറയുക, ഇന്ന് നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മീൻ കിട്ടിയത് കൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ വിടില്ല. ഇതും ഞാൻ ഡിലീറ്റ് ആക്കും. ഇവിടുന്ന് അങ്ങോട്ടുള്ള സംഭവങ്ങൾ ഇനി കിട്ടാതെയാണെങ്കിൽ അതങ്ങനെ കിട്ടാത്തതുപോലെ എന്തൊക്കെയായാലും നോക്കട്ടെ. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തുന്നത് അതുകൊണ്ട് ഈ ഒരു പടവിൻ്റെ അടുത്താണ്. ഇട്ട് നോക്കട്ടെ കിട്ടുമല്ലോ എന്നറിയാം. അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു വീഡിയോ എനിക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ആക്കിയിട്ട് ഇന്ന് പുതിയ വീഡിയോ ആരംഭിക്കാം. പക്ഷേങ്കിൽ ഇന്നലെ ആ പോയ സ്ഥലം, അവിടെയുള്ള ആ പാടും ഭംഗി, അതിൻ്റെ ഒരു ഭംഗി കണ്ടതുകൊണ്ടാണ് ഞാൻ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ തന്നെ ആക്കാം എന്ന് കരുതിയത്. ഏതായാലും ഇവിടെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്, നോക്കാം നമുക്ക്. ഇവിടെ ഒരു ആരലുണ്ട്, കിട്ടിയ ഞങ്ങൾക്ക് കാണാം, എനിക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. ഇട്ട് കൊടുത്തേക്കാം. മീൻ്റെ തൊള്ളയിലാട്ടാ, ആലിന് തൊള്ളയിലാണ്. ആല് വലിയ തുടങ്ങിയാണ്, തൊള്ളയിലാണ് കുടുങ്ങിയേക്കണം. ആരിൽ കുടുങ്ങിയത്. പക്ഷേ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ മിക്കവാറും ഇറങ്ങേണ്ടി വരും. ആരിൽ കുടുങ്ങിക്കണമെന്ന് ഹെവി. പക്ഷെ എന്താ പേരുണ്ട് ആക്കണ് മക്കളെ. ലൈവ് സാധനം കണ്ടില്ലേ, നല്ലൊരാരില്ല. ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട്, ഈ ഒരു വീഡിയോ ഞാൻ വിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മീനില്ലാതെ ഞാൻ വിടൂല എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക്. അതുകൊണ്ടാണ്. വലുതാണോ ചോദിച്ചാൽ വലുതാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നമുക്ക് നല്ല സാധാരണ കിട്ടുന്നതിനേക്കാൾ കുറച്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡ് സാധനമാണ് കിട്ടിയിട്ടുള്ളത്. ഒരു അത്യാവശ്യം തിരക്കില്ലാത്തൊരാരിലാണ്. കണ്ടില്ലേ, അവിടെ ഒത്തിരി വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് നോക്കിയിട്ട് ഏതാണ്ട് നമ്മുടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടും കൈൻ്റെ ആ റേഞ്ചൊക്കെ സാധനമുണ്ട്. കൊള്ളാം. എന്നാൽ പിന്നെ ഇതിന് ഞാൻ സൈസ് ആകട്ടെ. വേറെ ഒന്നും കൊത്തണമില്ല, കിട്ടണമില്ല. പിന്നെ ഞങ്ങളുടെ പാലം റേഞ്ചിക്ക് പോവാണ്. അവിടെ നിന്ന് നിലയൊക്കെ പിടിക്കാം. അതുപോലെ തന്നെ സമയം അധികമൊന്നും ആയിട്ടില്ല, 7 മണി ആ റേഞ്ചൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ ചെങ്ങന്മാരെ പോണിവാടി പാലത്തേക്ക് എത്തിയിട്ടുണ്ട്. വെള്ളം നല്ല കലക്കുണ്ടല്ലേ. ഇനി എൻ്റെ ഒപ്പം പ്രസാദ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഓനെ ചൂണ്ടലെടുത്ത് അതിൻ്റെ ഒരു അങ്ങോട്ട് മേലെ കയറിയാണ്. അത് ഞാൻ ചെറുതാക്കണ ഒന്ന് ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കി വെച്ചിട്ട് അത് ആവശ്യമില്ലേന്, അപ്പം മേലെ കയറ്റി വെച്ചാൽ. വേറെ ചൂണ്ടക്കാരാണ് നിൽക്കണേ. അതിൻ്റെ ഇടയിൽ ചൂണ്ടപ്പണിൻ്റെ ഇടയിൽ കൂടെ ഓലക്കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഒരു കടുങ്ങാലി. കടുങ്ങാലി അല്ല, കടുങ്ങാലിയാണല്ലോ. നല്ല ഇത് മറ്റേ സൈസാണല്ലേ. ഒരു ബ്രാല്. ഇതെന്താ കൂട്ടി. ഒരു കറിക്കുള്ളായില്ലേ സൈസാ. എന്താണ് എന്ത് ആരല്ലോ ഓലൊന്നുമില്ല ഇവിടെ. അത് വേറെ ആരൊക്കെ അവിടെ താട്ടനല്ലേ. താട്ടൻ ഇന്നലെ തൊട്ടുണ്ട്. ഞാനും ഉണ്ട്. ഓ ടോർച്ച് അടിക്കണം, എന്നാലേ തരുള്ളൂ ചെയ്യാ. അപ്പോൾ ഈ കിട്ടിയ സാധനം ഞാൻ താട്ടന് കൊടുക്കണം. താട്ടൻ്റെ അടുത്ത് ഏതായാലും 2-3 പേരലേ കിട്ടിക്കണം പറഞ്ഞു. നമുക്ക് ആ ഒരു മീനല്ലേ കിട്ടി. താട്ട പൊരിക്കട്ടെ. അങ്ങനെയെങ്കിൽ പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 8:45 വീട്ടിൽ കയറാം എന്നാണ് കരുതുന്നത്. ഈ ഒരു വീഡിയോ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുവാണ്.
അതുപോലെ തന്നെ ഈ ഒരു വീഡിയോൻ്റെ വിമർശനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിമർശിക്കുകയാണെങ്കിൽ വിമർശിക്കണം. ഇഷ്ടപ്പെട്ട ആളുകൾ ഇഷ്ടപ്പെട്ട രീതിയിൽ കമൻറ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ഇന്ന് കിട്ടിയില്ല, നമ്മൾ ചിലപ്പോൾ പോകണ എല്ലാ ദിവസവും കിട്ടിക്കോളണമെന്നില്ല. ഇതന്നെ 2 ദിവസത്തെ വീഡിയോ ആണിത്. അങ്ങനെ ഞാൻ ഇതിന് മുമ്പ് ഒരു ദിവസം മഞ്ഞയിൽ പിടിക്കാൻ പോയത് ഞാൻ 2 ദിവസത്തെ വീഡിയോ ചെയ്തത്. അങ്ങനെ ഒരുപാട് വട്ടം ചെയ്യണമെന്ന് പറയാം. മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. യാത്ര ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ടാർഗറ്റ് ബഡ്ജറ്റ് എൻ്റെ പറഞ്ഞതുപോലെ എൻ്റെ ആ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, അതുപോലെ തന്നെ വൈഫിൻ്റെ പ്രസവമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ യാത്ര ആരംഭിക്കും. ചെറിയ രീതിയിലുള്ള യാത്രയാണെങ്കിലും പോകണം. ഒരു എത്രയായിപ്പോൾ അല്ലേ, 10 മാസത്തോളം, 8 മാസം 10 മാസമൊക്കെ ആയി ഞാൻ ഇപ്പോൾ യാത്ര പോയിട്ട്. അങ്ങനെ എൻ്റെ കയ്യിൽ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അധികം ഫിഷിങ് തന്നെ ആയിരിക്കാൻ സാധ്യത, അല്ലെങ്കിൽ ഓട്ടോ ഓടുന്നത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഓക്കെ, ബൈ.